ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ദർശനം നടത്തിയാൽ തന്നെ ഈ വക ദോഷങ്ങൾ നമ്മളെ ഏൽക്കില്ല. ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവർക്ക് നെഗറ്റീവ് ഒന്നും വരില്ല. കാരണം അത്രത്തോളം പവർഫുള്ളാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ശത്രുദോഷമൊക്കെ വന്നു, നമുക്ക് ധനത്തിനും ബുദ്ധിമുട്ട്, എല്ലാം ബുദ്ധിമുട്ട്, തുടർന്നൊക്കെ ബുദ്ധിമുട്ടാണ് വന്നാൽ കുരുമുളക് എടുത്തിട്ട് 108 കുരുമുളക് എടുത്ത് ദേവി മാഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമുണ്ട്. ശൂലേന പാഹിനോ ദേവി ഖഡ്ഗേന ജാമി. ആ 2 വരി 108 പ്രാവശ്യം ജപിച്ച് ഒരു പാത്രമിട്ട് വയ്ക്കാം. 21 ദിവസം അതേപോലെ തുടർന്നിട്ട് വയ്ക്കാം. ആ കുരുമുളക് ഒരു ചുവന്ന കരി കെട്ടി 22-ാമത്തെ ദിവസം 21 ദിവസം ആഫ്റ്റർ 21 ഡേയ്സ് ഇത് കൊണ്ടുപോയി ഭദ്രകാളി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കാം. ഇവിടെ കൊടുങ്ങല്ലൂർ, മറ്റേ തെക്കോട്ടേക്കാണ് മലയാളപ്പുഴ, അങ്ങനെ ഏതാണോ, കോഴിക്കോട് ഭാഗത്താണെങ്കിൽ ഇപ്പോൾ ശാരിക, അങ്ങനെ ഏതാണോ വലിയ മഹാക്ഷേത്രങ്ങൾ, മഹാദേവി ഭദ്രകാളി ക്ഷേത്രം, അവിടെ കൊണ്ട് സമർപ്പിക്കാം. അപ്പോൾ സമർപ്പിച്ച് രക്തപുഷ്പാഞ്ജലി കഴിച്ച് കടുംപായസവും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ഈ ദോഷങ്ങളൊക്കെ മാറിപ്പോകും. ഇങ്ങനെ ദോഷങ്ങളൊക്കെ ധാരാളം ദോഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ജലം എടുത്തിട്ട് ശപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജലം നോക്കിയിട്ട് ശപിക്കും. പഴയ കാലത്തൊക്കെ ഉണ്ട് ദുർവാസാവിൻ്റെ പരിപാടി അതല്ലോ, അതുമാതിരി ഇപ്പോൾ മനുഷ്യരും ഉണ്ട്. ആ ജലം കയ്യിലെടുത്തിട്ട് മണ്ണെടുത്തിട്ടൊക്കെ ശപിക്കും. അങ്ങനെയൊക്കെ ശാപം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണോ വന്നിരിക്കുന്നത് നോക്കിയിട്ട് ജ്യോത്സ്യം നോക്കി, നല്ലൊരു ജ്യോത്സ്യം നോക്കിയാൽ പറയും ഇന്നലെ വന്നേക്കണമെന്ന് പറയും. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ മാറ്റാം. പിന്നെ കൈവിഷദോഷം വരികയാണെന്ന് ചിലർക്ക് കൈവിഷം ഉള്ളിൽ ചടന്നൊന്നുമില്ല, നമുക്ക് അല്ലാതെയും കൈവിഷം വിടാൻ പറ്റും. ദൂരെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൈവിഷത്തിന് ചെയ്യാൻ, ശത്രുദോഷം ചെയ്യാൻ പറ്റും.